السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹമുള്ള പ്രിയമുള്ള SKSSF മീഡിയ ഗ്രൂപ്പിലെ നല്ലവരായ സഹോദരങ്ങളെ, നമ്മുടെ തംബീഹ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിസ്കാരമെന്ന മഹത്തായ ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തുടർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ നല്ല നിലയിലേക്കുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിലെ ഉസ്താദുമാർ, അതുപോലെ അഡ്മിൻസ്, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം വളരെ മഹത്തായ ഇബാദത്താണെന്ന് മുൻ ക്ലാസ്സുകളിൽ നിന്ന് ചെറിയ രൂപങ്ങളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നിസ്കാരം അവൻ്റെ ഓരോ വഖത്ത് നിസ്കാരം, ഓരോ റക്അത്ത് നിസ്കരിക്കുമ്പോഴും ഒരു മണിക്കൂറിൽ വന്നു പോകുന്നതായ അവൻ്റെ തെറ്റ് കുറ്റങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഇബാദത്തിനെ നാം മുറുകെ പിടിക്കണം. നിസ്കാരം ആർക്കെല്ലാം നിർബന്ധമാണ് എന്നതിനെക്കുറിച്ച് ഒരല്പം എൻ്റെ അറിവിൻ്റെ പരിധിയിൽപ്പെടുന്ന ചില കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ആർക്കാണ് നിസ്കാരം നിർബന്ധമാകുന്നത്? അത് അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ ത്വാഹിരിൻ, ബുദ്ധിയും പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിൻ്റെ മേലും നിസ്കാരം നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിൻ്റെ മേൽ നിസ്കാരം നിർബന്ധമാണ്. വെറും മുസ്ലിം ആയതുകൊണ്ട് മാത്രം നിസ്കാരം നിർബന്ധമാവുകയില്ല. അവൻ തക്ലീഫുള്ളവനാകണം, അഥവാ പ്രായപൂർത്തി, ബുദ്ധി എന്നീ നിബന്ധനകളോട് കൂടെയുള്ള മുസ്ലിം. അതിൻ്റെ കൂടെ തന്നെ ശുദ്ധി എന്നുള്ള ഒരു നിബന്ധനയും ഉണ്ട്. മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം അല്ലാത്ത അസുലിയായ കാഫിർ, കാഫിറിൻ്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല. മുസ്ലിം എന്ന് പറയുമ്പോൾ ആരുടെ മേൽ നിർബന്ധമില്ല? അസുലിയായ കാഫിറിൻ്റെ മേൽ നിർബന്ധമില്ല. അപ്പോൾ അവിടെ ഒരു സംശയം നമുക്കുണ്ടാകുന്നത്, അങ്ങനെയുള്ള കാഫിർ മുസ്ലിമായി, ഒരു കാഫിർ മുസ്ലിമായി, എന്നാൽ ആ കാഫിർ മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള സമയത്തിൽ നിസ്കാരത്തെ ഖളാ വീട്ടണോ വേണ്ടയോ എന്നാണ് ഒരു സംശയം. എന്നാൽ അവന് ഖളാ വിട്ടൽ നിർബന്ധമില്ല. കാരണം അതേ സ്ഥാനത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മറ്റേതെങ്കിലും മതത്തിൽ ചേരുകയോ അല്ലെങ്കിൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് പോവുകയോ ചെയ്തു, റിദ്ദത്തുണ്ടായി എന്നർത്ഥം, മുർത്തദ്ദായി. അങ്ങനെയുള്ളവൻ്റെ മേലോ? അവൻ്റെ മേൽ നിസ്കാരം, ആ മുർത്തദ്ദായിരിക്കുന്ന അവസരത്തിൽ നിസ്കാരം, അത് അങ്ങനെ തന്നെ അവൻ്റെ മേൽ ഓരോന്നോരോന്നായിട്ട് നിർബന്ധം തന്നെയാണ്. അഥവാ നിസ്കരിച്ച നിസ്കാരം സ്വഹിയാവൂല, പക്ഷേ നിർബന്ധമാണ്. എന്ന് വെച്ചാൽ അവൻ പിന്നീട് ഒരവസരത്തിൽ വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ
മുർത്തദ് വീണ്ടും ഇസ്ലാമിലേക്ക് വന്നാൽ ആ മുർത്തദായത് മുതൽ ഈ ഇസ്ലാമിലേക്ക് വരുന്നത് വരെയുള്ള എല്ലാ നിസ്കാരങ്ങളെയും അവൻ ഖളാ വീട്ടണം. അവന് ഖളാ വീട്ടണം. അതേ സ്ഥാനത്ത് കാഫിറായ അസ്ലിയായ കാഫിർ പുതുതായി ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ അതിന് മുമ്പുള്ള അവസരത്തിലുള്ള നിസ്കാരത്തെ ഖളാ വീട്ടുകയും വേണ്ട. അതെന്തേ അങ്ങനെ? അത് ഇവൻ ഖളാ വീട്ടണ്ട എന്ന് പറയുന്നത് അത് ഭയന്നിട്ടിന് ഓന് ഇസ്ലാമിലേക്ക് വരാണ്ടിരിക്കണ്ട, ഓനൊരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് റബ്ബ് സുബ്ഹാനഹു തആല. അതുകൊണ്ട് തന്നെ അവൻ ഇസ്ലാമിലേക്ക് വരൽ വലിയൊരു കാഠിന്യമായി തോന്നാതിരിക്കാൻ എല്ലാ വഴിയും എളുപ്പമാക്കി കൊടുക്കുന്നത് പോലെ ഇതും ഈ ഒരു വഴിയും എളുപ്പമാക്കി കൊടുക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഖുല്ലില്ലദീന കഫറൂ അൻ യൻതഹൂ യഗ്ഫിർ ലഹും മാ ഖദ് സലഫ്. അല്ലേ? കാഫിരീങ്ങളോട് പറയുക, യൻതഹു അവരെല്ലാം അവസാനിപ്പിച്ച് അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ മഹത്തായ പാതയിലേക്ക് വന്നുകൊള്ളട്ടെ. എന്നാൽ യഗ്ഫിർ ലഹും മാ ഖദ് സലഫ്, മുൻകഴിഞ്ഞതൊക്കെ അവർക്ക് ഒത്തുകൊടുക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുമ്പുള്ള നിസ്കാരങ്ങളൊന്നും ഇതാക്കേണ്ടതില്ല, നിർവഹിക്കുക, ഖളാ വീട്ടേണ്ടത് ഇല്ല. അവൻ ഇസ്ലാമായത് മുതൽക്കുള്ള നിസ്കാരം തുടർന്നു കൊണ്ടുപോയാൽ മതി. അതിൻ്റെ ശേഷം അതൊക്കെ ഖളാ വീട്ടണം. അതേ സ്ഥാനത്ത് മുർത്തദിന് ആ ഒരു ഇളവ് കൊടുക്കാത്തത് എന്തുകൊണ്ട്? അത് തഗ്ലീദൻ അലൈഹി, അതായത് ഓൻ ചെയ്ത ആ പ്രവർത്തനത്തോട്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പിറന്നിട്ട് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയിട്ട്, ദീനിനെ പറ്റി മനസ്സിലാക്കിയിട്ട്, റബ്ബിനെ പറ്റി മനസ്സിലാക്കിയിട്ട്, റസൂലിനെ പറ്റി മനസ്സിലാക്കിയിട്ട്, എല്ലാം മനസ്സിലാക്കിയിട്ട് ഓന് മുർത്തദാവുക എന്നുള്ളത് അത് വലിയ ഏറ്റവും വലിയ അപരാധമാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനോടുള്ള കാഠിന്യം അങ്ങ് കൂട്ടിക്കൊടുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ എന്താക്കണം? അവൻ ഖളാ വീട്ടുക തന്നെ ചെയ്യണം എന്നാണ്. അപ്പോൾ മുസ്ലിം എന്ന് പറയുമ്പോൾ കാഫിറിൻ്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല. പിന്നെ അത് മുർത്തദാണെങ്കിൽ അവൻ പിന്നീട് എന്താക്കണം? ഇസ്ലാമിലേക്ക് വന്നാൽ ഖളാ വീട്ടുകയും ചെയ്യണം. പിന്നെ രണ്ടാമത് പറഞ്ഞത് പ്രായപൂർത്തിയുള്ളവൻ എന്നാണ്. പ്രായപൂർത്തിയുള്ളവനും നിസ്കാരം ഇല്ലാത്ത എന്ന് പറഞ്ഞതുകൊണ്ട് ആരും ഒഴിവായി? പ്രായപൂർത്തിയാവാത്തവർക്കാണ് പറയുന്നത് കുട്ടി, അല്ലേ? കുട്ടികൾക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല. ഇവിടെ എങ്ങനെയാണ് പ്രായപൂർത്തിയാകുന്നത്? അതൊന്നോ വയസ്സുകൊണ്ട്. ഇസ്ലാം നിർണയിച്ചിട്ടുള്ള വയസ്സ് അത് 15 വയസ്സാണ്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വയസ്സുകൊണ്ടാണ് അവൻ പ്രായപൂർത്തിയാകുന്നത്. എത്ര വയസ്സുകൊണ്ടാണ്? 15 വയസ്സ്. അല്ല, ഇഹ്തിലാമ് കൊണ്ടാണ്, അവനിൽ നിന്ന് സ്ഖലനമുണ്ടായി, ഇന്ദ്രിയം മറ്റോ പുറപ്പെടുക എന്നുള്ളത് അത് പ്രായപൂർത്തിയുടെ അടയാളമാണ്. അവൻ ഇന്ദ്രിയം ഈ 15 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയിൽ നിന്ന് ഇന്ദ്രിയം പുറപ്പെട്ടാൽ എന്നാൽ അവന് പ്രായപൂർത്തിയായി എന്നർത്ഥം. അങ്ങനെയെങ്കിൽ അങ്ങനെ, പിന്നെ അത് മുതൽ അവനിക്ക് നിർബന്ധമാവും. അപ്പോൾ അതുവരെയുള്ള അവൻ്റെ കാലം അത് കുട്ടിക്കാലമാണ്. നിസ്കാരം അവന് സ്വന്തമായി നിസ്കരിക്കാൻ ഫർള് ഐനായി വരാതെ അവനോട് തക്ലീഫില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഇഹ്തിലാമുണ്ടായി, സ്ഖലനമുണ്ടായി, ഇന്ദ്രിയം മറ്റോ പുറപ്പെട്ടു എന്നാൽ അവൻ എന്താക്കണം? പ്രായപൂർത്തിയുള്ളവനായി. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടം, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായില്ല, 15 വയസ്സ് വരെ ഒന്നുമില്ല, ഇത് സ്ഖലനം, ഇന്ദ്രിയം പുറപ്പെടാൻ പറ്റുമൊന്നുമില്ലെങ്കിൽ ആ 15 വയസ്സാവലോടുകൂടി അവൻ എന്തായി? മേജറായി. അല്ലെങ്കിൽ പിന്നെ സ്ത്രീ ആണെങ്കിൽ ഹൈലുണ്ടായി. അപ്പോൾ പെണ്ണിന് ഹൈലുണ്ടായാൽ ആ പെണ്ണ് ഹൈലുണ്ടായത് മുതൽ, അത് കുറച്ച് സവിസ്തരമായി വിശദീകരിക്കേണ്ട ഭാഗമാണ്, ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയത്തിൽ വരുമ്പോൾ അപ്പോൾ പറയാം. അപ്പോൾ ഹൈലുണ്ടായാൽ അത് മുതൽക്കാണ് അവൾ പ്രായപൂർത്തിയാകുന്നത്. അതുവരെയുള്ള അവരുടെ കുട്ടിക്കാലമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് എന്തില്ല? നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ തന്നെ പിന്നെ ആഖിലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയും ബുദ്ധിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിബന്ധന. പ്രായപൂർത്തി ബുദ്ധിയും എന്ന് പറയുമ്പോൾ ബുദ്ധിയില്ലാത്തവർക്കാണ്. ബുദ്ധിയില്ലാത്ത അവസ്ഥയാണ് ഒന്ന് ഭ്രാന്ത്, പിന്നൊന്ന് ബോധക്ഷയം, പിന്നൊന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള ബോധം നഷ്ടപ്പെടുക. ഇതൊക്കെ ബുദ്ധി ഇല്ലാത്തവരിൽപ്പെടും, അല്ലേ? എന്നാൽ ഈ ഭ്രാന്തൻ
എന്തില്ല, നിസ്കാരം നിർബന്ധമില്ല. ബോധക്ഷയമുണ്ടായവനും ആ സമയത്തുള്ള നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ ലഹരി ബാധിച്ചവനും നിസ്കാരം നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെ ബിലാ തഅദ്ദീൻ, അതിക്രമം കൂടാതെ, അവൻ്റെ അതിക്രമം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എങ്കിൽ നിസ്കാരം നിർബന്ധമുണ്ട്. അവൻ പിന്നീട് ഖളാ വീട്ടേണ്ടി വരും. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് ഇവൻ്റെ അതിക്രമമൊന്നും ഇല്ലാതെയാണ് ഇവനിക്ക് ഭ്രാന്തുണ്ടായത്, അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടായത്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് ഇത് പോയത്. ഇപ്പോൾ ഉദാഹരണം, ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് പറയുമ്പോഴേ ഒരാൾക്ക് ആരും അറിയാണ്ട് എന്തോ കൊടുത്തിട്ട് ഭക്ഷണത്തിലോ മറ്റോ കൊടുത്തോ അവൻ്റെ ബോധം നഷ്ടപ്പെടുത്തി, അയാൾ അറിയില്ല. അപ്പോൾ അതവൻ്റെ അതിക്രമം എന്ന് പറയാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് അറിഞ്ഞുകൊണ്ടോ മറ്റോ ചെയ്താൽ അവനെന്തായി, പിന്നെ അറിഞ്ഞുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടവനായി. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അറിയാവുന്ന അതിക്രമത്തോടു കൂടെയാണെങ്കിൽ പറ്റൂല. അതിക്രമം കൂടാതെയാണ് ഈ വക കാര്യങ്ങൾ സംഭവിച്ചത് എങ്കിൽ പിന്നെ ഓൻ എന്താക്കേണ്ടതില്ല, നിസ്കാരം അവൻ്റെ മേൽ നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവർ ഖളാ വീട്ടുകയും ചെയ്യണ്ട എന്നാണ് പ്രബലാഭിപ്രായം. പിന്നെ അതുപോലെ മറ്റൊരു ഷർത്താണ് ത്വാഹിറിൻ, ശുദ്ധിയുള്ളത്. അല്ലേ? ഇപ്പം ഇത് മനസ്സിലായില്ലേ? ശുദ്ധിയുള്ളത്, ശുദ്ധി ഉള്ളവളായിരിക്കണം. മുസ്ലിം ആയിരിക്കുക, പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടായിരിക്കുക, പിന്നൊന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക. ശുദ്ധി എന്ന് പറയുമ്പോൾ ആരുടെ മേൽ നിർബന്ധമില്ല? ഹൈദ് നുഫസാ, ഹൈദുള്ള പെണ്ണിനും അതുപോലെ തന്നെ നിഫാസ് ഉള്ള പ്രസവരക്തം വന്നിട്ട് ഉള്ള പെണ്ണിനും എന്തില്ല, നിസ്കാരം നിർബന്ധമില്ല. എന്തേ? അവർ മുസ്ലിം അല്ലേ, ആണ്. അവർ ബുദ്ധിയും പിന്നെ പ്രായപൂർത്തിയുള്ളവരല്ലേ, ആണ്. പിന്നെന്തേ? അത് അവർ നിസ്കരിച്ച അവരെ വക്കൽ നിന്നതല്ല, ആ നിസ്കാരം സ്വഹീഹ് അല്ലാത്തത് കൊണ്ട് അവർക്കെന്തില്ല, നിസ്കാരം നിർബന്ധമില്ല. മാത്രമല്ല വലിയൊരു ഇളവുമുണ്ട്, ലാ ഖളാ, അവർ ഖളാ വീട്ടേണ്ടതും ഇല്ല. അവർ ഖളാ വീട്ടേണ്ടതും ഇല്ല. അതൊരു അല്ലാഹു തആല കൊടുത്ത ഇടവാണ്. അതേ സ്ഥാനത്ത് നോമ്പാണെങ്കിലോ, നോമ്പ് നോക്കാൻ പാടില്ല. പക്ഷേ ആ നോമ്പിന് എന്ത് ചെയ്യണം? മറ്റൊരവസരത്തിൽ ഖളാ വീട്ടണം. അതെന്തേ? നിസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ നിത്യവും ചെയ്യുന്ന ഒരു അമലാണ്. അതുപോലെ സ്ത്രീകൾക്ക് ഹൈള് പോലത്തുണ്ടാവുക എന്നുള്ളത് അത് ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ പോയ നിസ്കാരത്തെ ഖളാ വീട്ടണമെന്ന് പറയുന്നത് അത് ഒരു തരം ഒരു ശല്യം, ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്ത. റമദാൻ അങ്ങനല്ല, വർഷത്തിലെപ്പോഴും ഒരു കൊല്ലമല്ലേ വരുള്ളൂ, ഒരു മാസമല്ലേ വരുള്ളൂ. അവ കൊല്ലത്തിലൊരിക്കൽ വരുന്ന ഇബാദത്താണ്. അപ്പോൾ 6 or 7 നോമ്പേ ആകെ ഖളാ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ നോമ്പിനെ ഖളാ വീട്ടൽ വലിയൊരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഖളാ വീട്ടിയാലും മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷയമല്ല. അപ്പോൾ ഹൈള് നിഫാസ് ഉള്ള സ്ത്രീകൾക്ക് എന്തില്ല, നിർബന്ധമില്ല. അപ്പോൾ ആർക്കെല്ലാം നിർബന്ധം? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം, 5 വഖത്ത് നിസ്കാരം എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിബന്ധനയത്തെ എല്ലാവരും നിസ്കരിച്ചേ പറ്റൂ. നിസ്കരിക്കാതിരുന്നാൽ വലിയ കുറ്റക്കാരനായി തീരുന്നതാണെന്ന് മാത്രമല്ല, ഹദീസുകൾ കാണാൻ കഴിയുന്നു, നിസ്കാരമില്ലാത്തവൻ്റെ ഒരൊറ്റ ഒരു അമലും അല്ലാഹു തആല ഉയർത്തുകയില്ല. മറ്റെന്ത് നല്ല കാര്യം ചെയ്തിട്ടും കാര്യമില്ലാണ്ടായി പോകും, നിസ്കാരമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്ന വിഭാഗത്തിൽ നമ്മയും നമ്മുടെ മക്കളെയും സഹോദര സഹോദരിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി.